വഴിയാത്രക്കാർക്ക് ഭീഷണിയായി എറണാകുളം വൈറ്റില ജംഗ്ഷനിൽ വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ക്രെയിൻ. 7 വർഷമായി വഴിയരികിൽ കിടക്കുന്ന ഈ ക്രെയിൻ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. ഒരു അപകടം സംഭവിക്കണോ അധികൃതർക്ക് നടപടിയെടുക്കാൻ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊന്നാണ് വൈറ്റില ജംഗ്ഷൻ. ആ വൈറ്റില ജംഗ്ഷനിൽ ഒരു അപകടക്കെണിയുണ്ട്. ജനങ്ങളുടെ ജീവന് പോലും ആപത്ത് വരുത്താൻ കൽപ്പുള്ള ഒരു അപകടക്കെണി. മെട്രോ നിർമ്മാണത്തിന് കരാറെടുത്ത കമ്പനിയുടേതാണ് ക്രെയിൻ. കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിനായി 7 വർഷം മുൻപാണ് ഈ കൂറ്റൻ ക്രെയിൻ വൈറ്റിലയിൽ എത്തിച്ചത്. തർക്കങ്ങളെ തുടർന്ന് നിർമ്മാണ കരാറിൽ നിന്ന് കമ്പനി പിന്മാറി. കരാർ അവസാനിപ്പിച്ച് കമ്പനി വൈറ്റില വിട്ടത് ക്രെയിൻ ഉപേക്ഷിച്ചാണ്. മെട്രോന്റെ പണിക്ക് കൊണ്ടുവന്നാണ്, ഇതേവരെ മാറ്റിയിട്ടില്ല. അതൊരു ശാപമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. മെട്രോന്റെ പണി തുടങ്ങി ഇത് ദീപൊക്കെ കെട്ട ടൈമിൽ കൊണ്ടുവന്നാണ്. വൈറ്റില ജംഗ്ഷനിൽ നിന്ന് ക്രെയിൻ മാറ്റണമെന്ന ആവശ്യവുമായി പലവട്ടം നാട്ടുകാർ കോർപ്പറേഷനെയും മെട്രോ അധികൃതരെയും സമീപിച്ചതാണ്. എന്നാൽ ഉത്തരവാദിത്വമേൽക്കാൻ ആരും തയ്യാറല്ല. ക്രെയിനുമായി ബന്ധപ്പെട്ട് കേസുണ്ടെന്നും അതിനാൽ മാറ്റാൻ കഴിയില്ലെന്നുമാണ് വിശദീകരണം. ഇത് അപകടം എന്ന് പറഞ്ഞപ്പോൾ ഹൈഡ്രോളിക്കുമാണ് നിൽക്കുന്നത്. ഹൈഡ്രോളിക്കിന്റെ അതിന്റെ ഓയില് പ്രഷർ കുറയുമ്പോൾ അത് കീഴ്പോട്ട് പോരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എത്ര നാളങ്ങനെ നിൽക്കുന്നു നമുക്ക് അറിയാൻ പറ്റില്ല. അത് അപകടം തന്നെയാണ്. അടുത്തോടെ വല്ല വണ്ടികളോ ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ വീഴണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് റോഡിലൊക്കെ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യാണ് ഇവിടുന്ന് നല്ലത്. കാടുകയറി തുരുമ്പ് പിടിച്ച് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴുമെന്ന സ്ഥിതിയിലാണ് ക്രെയിൻ. 50 അടി ഉയരത്തിൽ കുത്തനെ ഉയർത്തി നിർത്തിയിരിക്കുന്ന ക്രെയിനിന്റെ ഇരുമ്പ് ഭാഗം തകർന്നു വീണാൽ യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകും. ഈ അപകടക്കെണിയെക്കുറിച്ച് അധികൃതർക്ക് അറിയാഞ്ഞിട്ടല്ല, അറിയിക്കാഞ്ഞിട്ടുമല്ല, പക്ഷേ നടപടിയില്ല. ഇതിനി ആരുടെ തലയിൽ വീണാലും ഉത്തരവാദികൾ ഭരണകൂടമായിരിക്കും. ക്യാമറ പേഴ്സൺ അനൂപ് നായർക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.